മോഹൻലാലിൻ്റെ താടി പലർക്കും പ്രശ്നമാണ്. എന്തെങ്കിലും പറഞ്ഞ് മോഹൻലാലിൻ്റെ ലെഫ്റ്റനൻ്റ് ഗൺഷിപ്പ് തിരിച്ചെടുക്കുക. ഇതൊന്നും അറിയാതെ ഈ അസൂയയും കുരുട്ടും കൊണ്ട് തലയിലും കയറ്റി എനിക്കും കിട്ടാത്തത് അല്ലെങ്കിൽ എൻ്റെ ആൾക്ക് കിട്ടാത്തതെന്നും പറഞ്ഞിട്ട് നിലവിളി കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ആദ്യം പഠിക്കൂ കാര്യങ്ങൾ. നിങ്ങൾക്കറിയാത്ത എത്രയോ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇപ്പം ആർമി ചീഫിൻ്റെ കൂടെ ഞങ്ങൾ ഇപ്പം നാളെ അവാർഡ് വാങ്ങിക്കാൻ പോയി. അതിൻ്റെ മുകളിലൊരു നേവൽ ചീഫ് എഴുതിയിരിക്കുകയാണ്. ഹൗ ഡിഡ് യു ഗോ? ഒരു നേവി ചീഫ് റിട്ടയർ ആയിട്ടുള്ള ആൾക്ക് അറിയില്ല ഒരു ആർമി ചീഫാണിത് കൊടുക്കുന്നത്. ആ ആർമി ചീഫിൻ്റെ മുന്നിൽ പ്രോട്ടോക്കോൾ തെറ്റിച്ചിട്ട് ഇങ്ങനെയുള്ള യൂണിഫോം ഇട്ടിട്ട് പോവോ? ഇല്ല. അപ്പോൾ അന്നും എന്തുകൊണ്ട് മോഹൻലാൽ ഇങ്ങനെ ക്യാമഫ്ലൈസ് ഡ്രസ്സിൽ പോയിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമഫ്ലൈസ് ഡ്രസ്സിൽ താടി പ്രശ്നമില്ല, ഓപ്പറേഷൻ ഡ്രസ്സാണ്. മറ്റത് എന്തുകൊണ്ട് ഞാൻ മറ്റേ യൂണിഫോം റെഡിയാക്കി വെച്ചിരുന്നു. എന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, സാർ ഇങ്ങനെ താടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ OG യൂണിഫോം ഇടുന്നില്ല, സെറമോണിയിൽ ഇടുന്നില്ല, കോമ്പാറ്റ് യൂണിഫോം ഇട്ടിട്ട്. ഇതുപോലും അറിയാതെ റിട്ടയർ ആയിട്ടുള്ള നേവി ചീഫാണെന്ന് പറയുന്ന സമയത്ത് ഞാൻ മറുപടി കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, വിട്ടേക്ക്, ഞാനിപ്പോൾ ഇവരെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജനങ്ങൾ അതിൻ്റെ താഴത്ത് കുറഞ്ഞ കയറി എഴുതിയിട്ടുണ്ട്. കുറേ വിവരമില്ലാത്ത കുറച്ച് റിട്ടയർഡ് ആർമി ഓഫീസേഴ്സ് അതിൻ്റെ താഴത്ത് കമൻറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഷാലോ നോളേജ് എന്ന് പറയുന്നത് ചിലവന്മാരുണ്ട് ബുക്കിൽ പഠിച്ച് മാത്രം ഉണ്ടായിരിക്കും. ഇതിനപ്പുറത്ത് ഇപ്പോൾ വയനാട്ടിൽ ഞാൻ പോയി, ഞാൻ യൂണിഫോം ഇട്ട് അത് ഇവിടുത്തെ ലാലിൻ്റെ കൂടെയുള്ള ഒരുത്തൻ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പേര് ഇതാക്കിയതാണ്. ഞാൻ ഇട്ടിരിക്കുന്ന യൂണിഫോം അല്ലാതെ അതുപോലും അറിയുന്നില്ല. ദാറ്റ്സ് എ വർക്കിംഗ് ഡ്രസ്. ആൻഡ് പ്ലസ് റിട്ടയർഡ് ഓഫീസേഴ്സ് ക്യാൻ പുട്ട് ഓൺ ദ യൂണിഫോം വെൻ യു ആർ വർക്കിംഗ് ഫോർ ദ എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ്. എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ് എന്താണത്? അതിൻ്റെ ക്ലോസ് ഉണ്ട്. ഇതുപോലെ ഡിസാസ്റ്റർ വരുന്ന സമയത്തും എന്തെങ്കിലും എർത്ത് ക്വേക്ക്, ഭൂകമ്പം വന്നു, മലവെള്ളപ്പാച്ചിൽ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാലും അവിടെ എയ്ഡ് ടു സിവിൽ അതോറിറ്റീസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് യൂണിഫോം ഇട്ടിട്ട് പോയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതുണ്ട്. ഈ ക്ലോസ് അറിയില്ല, പല പട്ടാളക്കാർക്കും അറിയില്ല അത്. എന്നിട്ട് ഇവന്മാരെല്ലാം എന്നെ കുക്കെന്ന് വിളിക്കും. ഈ കുക്കുകളായിരിക്കും ഈ വിളിക്കുന്നത്. ഇവൻ്റെയൊക്കെ ഫ്രസ്ട്രേഷനുണ്ട് പലർക്കും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പണ്ടൊക്കെ ചിലപ്പോൾ വിഷമം, ഇപ്പോൾ വിഷമമൊന്നുമില്ല. കാരണം ഈ ബുദ്ധിയില്ലാത്തവന്മാരുടെ അടുത്ത് നമ്മളെന്തിനാണ് റിട്ടാലിയേറ്റ് ചെയ്യുന്നതല്ല, അത് പല റാങ്കിലും ഉണ്ടായിരിക്കും. സോ ഇതൊക്കെയാണ് മേജർ ഇവിടെ പ്രശ്നം. ഞാനിത് അവന്മാരെ മുഖത്തടിച്ച് പറയുകയും ചെയ്യും. പിന്നെ ആരിതൊക്കെ ചെയ്യുന്നു എന്നുള്ളതും. എന്നിട്ട് എന്തായി? അപ്പോഴത്തേക്ക് ഒരുത്തം പ്രൈം മിനിസ്റ്റർ ലെറ്റർ എഴുതി ഇവിടെ മഞ്ഞപ്പത്രങ്ങളാണ് അടിച്ചിറക്കല്ലേ, മേജർ രവിനെ ഇപ്പോൾ തൂക്കിക്കൊല്ലും, മോഹൻലാലിനെ തൂക്കിക്കൊല്ലും. പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അത് ചവറ്റുകുട്ടയിൽ തുറക്കൂടില്ല, അതെങ്ങനെയെങ്കിൽ പോകുന്നതെന്ന് ഇവർക്ക് അറിയില്ല.